ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുൻപ് ഞാനൊരു വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുള്ള റാഡിഷ് കൊണ്ടുള്ള കട്ട്ലറ്റാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഷുഗർ ഉള്ളവർക്കും എന്തുകൊണ്ടും സ്റ്റാർച്ചിൽ നിന്ന് വിട്ടു നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ട് ഇതുപോലൊരു കട്ട്ലറ്റ് ഉരുളൻകിഴങ്ങിന് പകരം റാഡിഷ് ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കോളിഫ്ലവർ വേണമെങ്കിലും അതുപോലെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ വ്യത്യാസം വരുന്നത് ഇത് പുഴുങ്ങിയെടുത്തതിന് ശേഷം എക്സസ് ആയിട്ടുള്ള വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് പിഴിഞ്ഞെടുക്കണം എന്നുള്ളൂ. അപ്പോൾ ഞാനിത് വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് അല്പം വെള്ളം ഉപ്പും ചേർത്തിട്ട് ഒരു വിസിൽ വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. പിന്നെ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്നെടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഏതായാലും ഇത് വേവാനായിട്ട് വെക്കുകയാണ്. പിന്നെ എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു മിക്സി ജാറോ ചോപ്പറോ ഒക്കെ യൂസ് ചെയ്യാം. ഞാനിത് ഇപ്പോൾ തൽക്കാലം ചോപ്പറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. പൊടിച്ചെടുത്ത് കഴിഞ്ഞപ്പം ഒരു മീഡിയം സവാള അരിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ചോപ്പ് ചെയ്തിട്ടോ ചേർത്ത് കൊടുക്കാം. ഒരു സവാള പൊടി ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുത്തു. ഇനി ഇതൊരു മിക്സ് ചെയ്യാനുള്ള ബൗളിലേക്ക് ഇടാം. ഇപ്പോഴേക്ക് റാഡിഷ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നല്ല കപ്പ പുഴുങ്ങിയൊരു വാസനയൊക്കെ ഉണ്ടാകും. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പൊടിച്ചെടുക്കുകയാണ്. ചൂടോട് കൂടിയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ പൊടിച്ചെടുക്കാം. എന്നിട്ട് ഒരു കിച്ചൺ ടവലിലേക്ക് ഇട്ടിട്ട് ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. ഉരുളൻകിഴങ്ങിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇങ്ങനെ വെള്ളം ഉണ്ടാകും എന്നുള്ളൊരു ഒറ്റ കാര്യം മാത്രമാണ്. പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉരുളൻകിഴങ്ങ് പോലെ തന്നെ ഉപയോഗിക്കാം. ഇനി ഇത് കൂടെ മിക്സ് ചെയ്യാനുള്ള ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പും മഞ്ഞളും കുരുമുളകും ഗരം മസാലയും ചേർത്ത് വേവിച്ചെടുത്ത ഇറച്ചിയുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ പൊരിച്ചെടുത്ത ഇറച്ചി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അതുകൂടെ ഒന്ന് അല്ലെങ്കിൽ മിക്സി ജാറിലിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എരിവ് നോക്കിയിട്ട് ഉപ്പോ എരിവോ ഗരം മസാലയൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്യുന്നത് പോലെ ഷേപ്പ് ചെയ്തെടുക്കാം. സാധാ കട്ട്ലേറ്റിനേക്കാളും ഒന്നുകൂടെ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എഗ് വാഷ് ചെയ്തെടുക്കുമ്പോൾ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടോ സ്പൂൺ ഉപയോഗിച്ചിട്ടോ നമുക്ക് കോരി ഒഴിച്ച് കൊടുത്താൽ മതി. ഒരു മുട്ട അല്പം ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെ ഞാനത് എഗ് വാഷ് ചെയ്തെടുക്കാനുള്ള പ്ലാനാണ്. ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ്. 2 വശവും ഇതേപോലെ എഗ് വാഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി 2 ഭാഗവും ഗോൾഡൻ നിറം ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഓരോന്നിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ആദ്യം ഇട്ടത് ആയിട്ടുണ്ടാകും. അപ്പോൾ ആദ്യം ഇട്ടത് ആദ്യം മറിച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഡയബറ്റിക് ആയ ആളുകൾക്കും ഒക്കെ എന്തുകൊണ്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റാണിത്. ഇത്തവണത്തെ നോമ്പിന് ഫ്രൈഡ് ഐറ്റംസ് വേണ്ട എന്നുള്ളൊരു തീരുമാനം തുടക്കത്തിലുള്ളത് കൊണ്ട് ഞാൻ പുതിയ പരീക്ഷണങ്ങളൊന്നും ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. കുറച്ച് ഐഡിയ ഒക്കെ മനസ്സിലുണ്ടായിരുന്നു, പക്ഷേ പുതിയ പരീക്ഷണങ്ങളൊന്നും ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. ഇനിയിപ്പം അഭിപ്രായത്തിൽ മാറ്റം വരുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്ക് ഷെയർ ചെയ്യാതിരുന്നപ്പം ഒരു എന്തോ വല്ലായ്ക പോലെ. അപ്പോൾ വ്ളോഗാകുമ്പോൾ പെട്ടെന്നത് ആളുകളുടെ കണ്ണിലേക്ക് എത്തിപ്പെടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഞാനൊരു റെസിപ്പി ആയിട്ട് ഷെയർ ചെയ്യുകയാണ്. ഞാനിത് സോസിൽ മുക്കിയിട്ടാണ് വെച്ചത്. അല്ലെങ്കിൽ ഒരു അറബിക് കെച്ചപ്പ് ഉണ്ടല്ലോ, നമ്മൾ സാധാരണ റൈസിലേക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് അതിലും ടേസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്, കഴിച്ച് നോക്കാറുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ നോമ്പിനെ ഇത് കൂടെ ഒന്ന് ഉൾപ്പെടുത്തി നോക്കൂ. വെയിറ്റ് ലോസും ഡയബറ്റിക്കും അല്ലാത്ത നോർമലി ഏതൊരാൾക്കാർക്കും ഉണ്ടാക്കി കഴിച്ച് നോക്കാം. നമുക്ക് സാധാ കട്ട്ലറ്റ് കഴിക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്യുള്ളൂ. എന്തുകൊണ്ടും അതിനേക്കാളും ഹെൽത്തിയുമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.